കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഇനി എഴുന്നള്ളിപ്പിന് അയക്കണോ എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തീരുമാനിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഈ മാസം തന്നെ സമർപ്പിക്കും. കേരളത്തിൽ ഏറ്റവും ആരാധകരുള്ള കൊമ്പനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ കീഴിലുള്ള രാമചന്ദ്രൻ ആനകളിൽ ഉയരത്തിലും ചന്തത്തിലും ഏറെ മുന്നിലാണ്. ഏകഛത്രാധിപതി എന്ന വിശേഷണമുള്ള രാമചന്ദ്രനെ എഴുന്നള്ളിപ്പിൽ നിന്ന് വിലക്കിയത് ഈ മാസം 8-നായിരുന്നു. കോട്ടപ്പടിയിലെ ക്ഷേത്രോത്സവത്തിനായി ഒരു വീട്ടിൽ നിന്നും എഴുന്നള്ളിച്ച രാമചന്ദ്രൻ ഇടഞ്ഞ് 2 പേർ കൊല്ലപ്പെട്ടതോടെയാണ് എഴുന്നള്ളിപ്പ് വിലക്കിയത്. ഇതേ തുടർന്ന് ആനയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ വനം വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. വൈൽഡ് ലൈഫ് കൺസർവേറ്റർ BN അഞ്ജൻകുമാറിന്റെ നേതൃത്വത്തിൽ ഇതിനായി ഒരു അന്വേഷണ സംഘവും രൂപീകരിച്ചു. അഞ്ജൻകുമാറിനെ കൂടാതെ ഡോക്ടർ ഗീത, MA ജയചന്ദ്രൻ, അരുൺ സക്കറിയ എന്നിവരുൾപ്പെട്ടതാണ് അന്വേഷണ സംഘം. അന്വേഷണത്തിന്റെ ഭാഗമായി സംഘം കോട്ടപ്പടിയിലും തെച്ചിക്കോട്ടുകാവിലും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. രാമചന്ദ്രൻ 13 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പ്രചരണം. ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ തയ്യാറാക്കുമെന്ന് അഞ്ജൻകുമാർ TCVയോട് പറഞ്ഞു. രാമചന്ദ്രൻ ഇടഞ്ഞത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാൻ എല്ലാ DFOമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദമായി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഈ മാസം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് സമർപ്പിക്കും. ആനയെ ഇനി എഴുന്നള്ളിപ്പിന് അയക്കേണ്ടതുണ്ടോ എന്നത് തുടർന്ന് തീരുമാനിക്കും. ഇതേസമയം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന പ്രചരണം വ്യാപകമാണ്. 4-അംഗ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് ശേഷമാണ് രാമചന്ദ്രനെ സംബന്ധിച്ച് വനം വകുപ്പ് അന്തിമ തീരുമാനമെടുക്കുക. ഇതിനായി 2 ആഴ്ച കൂടി സമയമെടുക്കും. TCV, തൃശൂർ.